അപ്പോൾ വിശന്നിരിക്കുമ്പോൾ നമുക്ക് രുചിയുള്ള ഭക്ഷണം കിട്ടിയാൽ എങ്ങനെ ഇരിക്കും? നല്ല ആർത്തിയായിരിക്കും അല്ലേ? അപ്പം നമുക്ക് ഒരു കുക്കർ എഗ് ബിരിയാണി ഉണ്ടാക്കിയാലോ? എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത്. 2 പേർക്കുള്ള ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കിയത്. അതിന് വേണ്ടത് 1.5 സവാള, ഒരു തക്കാളി, ഒരു പച്ചമുളക്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി. പിന്നെ ഞാൻ കുറച്ച് വെജിറ്റബിൾസും കട്ട് ചെയ്തിട്ടുണ്ട്: ബ്രക്കോളി, സ്വീറ്റ് കോൺ, ക്യാരറ്റ്. അപ്പോൾ നമ്മുടെ കുക്കർ ഞാൻ ചൂടാക്കാൻ വെച്ചു. എണ്ണയും പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു. അതിലേക്ക് ഞാൻ കാഷ്യൂനട്ടും നമ്മളുടെ ഉണക്കമുന്തിരിയും ഞാൻ വറുത്തെടുത്തു. അതേ എണ്ണയിൽ തന്നെ നമ്മൾ സവാളയും കൂടി അത് മുരിച്ചെടുക്കുകയാണ്. കുറച്ച് നന്നായിട്ട് വഴണ്ടോട്ടെ, ബ്രൗൺ നിറം ആകുന്നവരെ നമുക്കത് വഴറ്റിയെടുക്കാം. അതും ഞാൻ എടുത്ത് കോരി മാറ്റി വെക്കുകയാണ്. പിന്നെ അതേ എണ്ണയിലേക്ക് ഞാൻ അല്പം മഞ്ഞൾപ്പൊടിയും അല്പം മുളക് പൊടിയും ഇട്ട് നമ്മളുടെ മുട്ട ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അതിൻ്റെ ഫ്ലേവർ കിട്ടാൻ മുട്ടയിൽ ഒന്ന് കീറി വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതിലേക്ക് നമ്മുടെ മസാലയും പിടിക്കും. പിന്നെ അതിലേക്ക് നമ്മളുടെ ബിരിയാണിക്ക് ആവശ്യമായ ഗ്രാമ്പൂ, പട്ട, അതുപോലെ തന്നെ ഏലക്ക, ജീരകം, ഇതാണ് ഞാൻ ചേർത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച സവാള ഞാൻ ഇട്ടു. അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ്, അധികം പേസ്റ്റ് ആക്കിയിട്ടില്ല, കുറച്ച് ചതഞ്ഞ പോലെയാണ് ഞാൻ അരച്ചെടുത്തത്. അത് നന്നായിട്ട് വഴറ്റിയ ശേഷം നമ്മളുടെ തക്കാളിയും അതിലേക്ക് ഇട്ടു. നന്നായിട്ട് കുറച്ച് മിക്സ് ആക്കിയ ശേഷം അതിലേക്ക് ഞാൻ ഒരു 2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇടുകയാണ്. വേറെ പൊടിയൊന്നും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല. അപ്പോൾ നന്നായിട്ട് വഴറ്റിയ ശേഷം നമുക്കിതിലേക്ക് തൈരും കൂടി ആഡ് ചെയ്യുക. അധികം പുളിപ്പ് ആവശ്യമില്ല. 2 സ്പൂൺ തൈരാണ് ഇതിലേക്ക് ഒഴിച്ചത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ബാക്കി വെജിറ്റബിൾ കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് വെജിറ്റബിളും യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ വെജിറ്റബിൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വെജിറ്റബിൾ നമ്മളുടെ ബോഡിയിൽ എത്തുന്നത് കൊണ്ട് ഗുണം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ കട്ട് ചെയ്തതാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യമുള്ള വെള്ളം, അതായത് 1.25 കപ്പ് അരിയാണ് എടുത്തത്. അതിലേക്ക് ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത്. പിന്നെ ഉപ്പും ഇട്ടു. പിന്നെ അതിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മളുടെ വറുത്ത് മാറ്റി വെച്ച മുട്ട ഞാൻ ആഡ് ചെയ്യാം. ഞാനിത് 2 പേർക്കാണ്, അതുകൊണ്ടാണ് 2 മുട്ടയെ ഞാൻ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള മുട്ട ആഡ് ചെയ്യാം. പിന്നെ ഞാൻ കഴുകി മാറ്റി വെച്ച അരിയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടു. നന്നായിട്ട് ഇളക്കിയ ശേഷം പിന്നെ നമ്മളുടെ കിസ്മിസും നമ്മൾ അതിലേക്ക് ഇട്ടു. ഇനി അടച്ചു വെച്ച് നമുക്ക് ഒരു വിസിലാവുന്നത് വരെ വേവിക്കാം. അപ്പോൾ നമ്മളുടെ വിസിൽ വന്നിട്ടുണ്ട്. ഒരു വിസിലായി കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ നമുക്ക് അത് ആവി മാറിക്കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയായി.